അപ്പൊ ഇപ്പം നമ്മ വന്നിരിക്കുന്ന എവിടെയാന്നല്ലേ? നമ്മുടെ സ്വന്തം നാട്ടിലാണ് ട്ടാ. നമ്മുടെ സ്വന്തം കണ്ണൂര്. നമ്മുടെ കായലും കടലും ഒക്കെയുള്ള നമ്മുടെ സ്വന്തം നാട്. ഇപ്പം ഞങ്ങളൊരു യാത്രയിലാണ്. കാസർഗോഡ് ബേക്കൽ ഫോർട്ടിലേക്കാണ് യാത്ര. അങ്ങനെ യാത്രാമധ്യേയാണ് നമ്മുടെ മുത്തപ്പനെ നമ്മൾ കാണുന്നത്. നമ്മുടെ കണ്ണൂരുകാരുടെ ഇഷ്ടദേവനാണ് ട്ടോ നമ്മുടെ മുത്തപ്പൻ. എന്ത് പ്രാർത്ഥിച്ചാലും എൻ്റെ പൊന്നു മുത്തപ്പാന്ന് വിളിക്കുന്ന വിളിയിൽ ഭഗവാൻ അവിടെ എത്തും. അങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പറശ്ശിനിയിൽ പോയിട്ട് ഒന്ന് മുത്തപ്പനെ കണ്ട് തൊഴണം. പക്ഷെ ഓണ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ടിലേക്കുള്ള യാത്രാമധ്യേ ഭഗവാനെ കാണുന്നതും അതുപോലെ ഞങ്ങൾ അവിടെ കയറാനുള്ള ഒരു നിമിത്തം ഉണ്ടായത്. പാലക്കാടേക്ക് വന്നതിന് ശേഷം മുത്തപ്പനെ ഒന്ന് കാണാൻ അതൊരു അപൂർവമായിട്ടേ ഉണ്ടാകാറുള്ളൂ. എപ്പോഴെങ്കിലും കണ്ണൂരൊന്ന് വരുമ്പോൾ ഭഗവാനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങളും അടക്കം ഉണ്ടാവും. വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെയാണ് മുത്തപ്പൻ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ അത് കേട്ടിരിക്കും. അത് സത്യമുള്ള കാര്യമാണ്. ഇത്ര വലിയ അവിശ്വസിയും വിശ്വസിയായി പോകുന്നത് നമ്മുടെ മുത്തപ്പൻ്റെ മുന്നിലാണ് കേട്ടോ. കാരണം ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. അതുപോലെ തന്നെ നമ്മളെ മുത്തപ്പനൊരു വാക്കുണ്ട്, പോയവരെ വിളിക്കൂല്ല, വന്നവരെ മടക്കൂല്ല. അതുകൊണ്ട് തന്നെ ആർക്കും വിശ്വസിച്ച് കയറി ചെല്ലാവുന്ന ഒരിടമാണ് നമ്മുടെ പറശ്ശിനി. അതുപോലെ മുത്തപ്പനുള്ള എവിടെയാണോ അവിടെ. പിന്നെ മുത്തപ്പൻ്റെ വെള്ളാട്ടമൊക്കെ കഴിഞ്ഞു. അങ്ങനെ വെള്ളാട്ടം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ അന്നദാനത്തിലും പങ്കെടുത്തു കേട്ടോ. അങ്ങനെ ഭഗവാന്റെ ഭക്ഷണം കിട്ടി. അവിടുത്തെ ഒരു പ്രധാന വിഭവമായിരുന്നു ഉണക്കമീൻ ചുട്ടത് കറി. ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എപ്പോഴെങ്കിലും മുത്തപ്പനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് കണ്ണൂർ പോന്നോളൂ കേട്ടോ.